പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കുർബാന അനുഭവ ധ്യാനത്തിൻ്റെ 40-ാം ദിനത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവം പ്രവേശിക്കാം. ഓ ദൈവമേ, ഇത്രയും ദിവസം മുടങ്ങാതെ ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവമേ, തിരുനാമത്തിന് ഞങ്ങൾ മഹത്വം നൽകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് 3-ാമത്തെ ഗഹന്ത പ്രാർത്ഥനയുടെ 1-ാം ഭാഗവും അതിനുശേഷം സ്ഥാപനവാക്യങ്ങൾ അല്ലെങ്കിൽ കോൺസെക്രേഷൻ അല്ലെങ്കിൽ കൂദാശവചനങ്ങൾ ഇതുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ വേദപുസ്തകപരമായ പ്രത്യേകതകൾ, കാൽവരി ബലിയും പെസഹ ബലിയും ഒന്ന് തന്നെയാണെന്നും ഈശോ തന്നെ യാഗമായി സമർപ്പിക്കുന്നതിന് മുൻപ് രക്തം ചിന്താതെ നമുക്ക് വേണ്ടി പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുവെന്നുമുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറയണം. ഒരേ സമയം നമ്മൾ സഹ്യോനൂട്ടുശാലയിലേക്കും അതേസമയം തന്നെ കാൽവരിയിലേക്കും നമ്മുടെ മനസ്സുകളും ഓർമ്മകളും പോകണം. കൂദാശവചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഒരു പ്രത്യേകത ഞാൻ ഒരിക്കൽ അത് സൂചിപ്പിച്ചിരുന്നു. ഈശോ അപ്പം വിഭജിച്ചതിന് ശേഷം പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്. പാനപാത്രം ആശീർവദിച്ച ശേഷം പറയുന്നത്, അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. അതിന് ഒരു സൂചന ഞാനൊരു ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു. കൂദാശവചനങ്ങളുടെ ഏറ്റവും ചുരുക്കം എന്താണ്? ഐ ആം ഫോർ യു, ഞാൻ നിനക്ക് വേണ്ടി. നമ്മൾ മുറിയപ്പെടാനുള്ളവരാണ്. ദൈവത്തിന് വേണ്ടിയും മനുഷ്യന് വേണ്ടിയും മുറിയപ്പെടാൻ തയ്യാറാകുന്നവർക്ക് മാത്രമേ കുർബാന അനുഭവമാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് കുർബാന അർപ്പിച്ച ശേഷം ഒരു കൊച്ചു ത്യാഗമെങ്കിലും അനുഷ്ഠിക്കാതെ ഏറ്റെടുക്കാതെ നാളെ കുർബാനയ്ക്ക് വരരുത്. അത് കുർബാന, അതുകൊണ്ടാണ് മരീവിയാനി പുണ്യവാളൻ പറയുന്നത്, ഒരു കുർബാന കഴിഞ്ഞാൽ അടുത്ത കുർബാന വരെ കുർബാനയ്ക്കുള്ള ഒരുക്കമായിരിക്കണം. അത് ജീവിതത്തിൻ്റെ ഒരുക്കമാണ്. നിങ്ങളുടെ വീട്ടിൽ പ്രായം ചെന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പക്ഷേ എല്ലാ ദിവസവും ഒരുപോലെ സ്നേഹത്തോടുകൂടി ശുശ്രൂഷിക്കാൻ സാധിക്കുകയില്ല. പക്ഷെ നാളത്തെ കുർബാനയെ കൺമുൻപിൽ കണ്ടുകൊണ്ടൊന്ന് ഓർത്ത് അവരെ ഒന്ന് ശുശ്രൂഷിച്ച് നോക്കിക്കേ. ദാഹിച്ചു വരുന്ന ഒരാൾക്ക് ഒരു മാത്രം പച്ചവെള്ളം കൊടുക്കുന്നത് പോലും. അപ്പോൾ കുർബാന കഴിഞ്ഞാൽ നമ്മളെല്ലാം ദിവ്യകാരുണ്യമായി മാറേണ്ടവരാണ്. ജോൺ ബർമാർ പാപ്പ അത് പറയുന്നുണ്ട്. നാം കുർബാനയായി മാറണം, നാം ദിവ്യകാരുണ്യമായി മാറണം. മലങ്കര കുർബാനയിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്, ദൈവമേ നീ കുർബാനയാകുന്നു. ദൈവത്തിൻ്റെ ആ മനസ്സ് നമുക്കുണ്ടാകണം. യൂക്കറിസ്റ്റ് ഈസ് എ ബ്ലെസ്സിങ് ആൻഡ് യു ആർ എ ബ്ലെസ്സിങ് എന്ന് ബെനഡിക്റ്റ് പാപ്പ പറയുന്നുണ്ട്. ദിവ്യകാരുണ്യം ഒരു അനുഗ്രഹമാണ്, ഒരു ബ്ലെസ്സിങ് ആണ്. നീയും കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹമായി മാറണം. അത് നമ്മുടെ ഉള്ളിൽ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ കൃപ നിറയണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിചിതമായ പാട്ടുണ്ടല്ലോ, ആത്മാവിലൊരു പള്ളിയുണ്ട്, അതിൽ ഒരു സക്രാരിയുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിൽ ദൈവം ഒരു സക്രാരി നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ആ സക്രാരിയിൽ നാം ദിവ്യകാരുണ്യമുണ്ടോ, ഈശോയുടെ സാന്നിധ്യമുണ്ടോ എന്നുള്ളത് നമ്മളെപ്പോഴും ആലോചിക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്നത് ആ കോൺസെക്രേഷൻ വേർഡ്സ് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന, അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന, അത് പറയുമ്പോൾ ഒരു നിമിഷം ഓർമ്മിക്കണം, ദൈവമേ ഞാൻ ചെറുതാകാൻ വേണ്ടി അങ്ങ് എന്നെ വിളിച്ചിരിക്കുകയാണല്ലോ. പ്രിയപ്പെട്ടവരെ, ഈഗോ മുറിയുമ്പോൾ, ഞാൻ വൈദികനാണ്, നിങ്ങളോട് വചനം പറയുന്നു, എൻ്റെ മനസ്സും മുറിയാറുണ്ട്. ഈഗോ മുറിയാതെ ജീവിതത്തെ, നമ്മുടെ ദുരഭിമാനമൊക്കെ മാറ്റിയെങ്കിൽ മാത്രമേ കുർബാന നമുക്ക് അനുഭവമായി മാറുകയുള്ളൂ. നാം ചെറുതാകണം. ഇത്ര ചെറുതാകാൻ എത്ര വളരണമെന്ന് ചെഞ്ചേരിയച്ചൻ പാടിയില്ലേ? നാം ചെറുതായാൽ ആർക്കും നമ്മെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ചെറുതാകുന്നവരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒപ്പം ചെറുതായി കഴിഞ്ഞാൽ ആർക്കും നമ്മെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ വാശി വൈരാഗ്യങ്ങൾ മുഴുവൻ ഓരോ ദിവസവും കുർബാനയിൽ പങ്കെടുത്ത് ഈ സ്ഥാപനവാക്യങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളുടെ വാശിയും വൈരാഗ്യവും ഒക്കെ മാറ്റിത്തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ആ കൂദാശ വചനങ്ങൾക്ക് ശേഷം ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ആ ഓർമ്മയൊക്കെ മനസ്സിലേക്ക് പുതുക്കിക്കൊണ്ട് ഗഹന്ത പ്രാർത്ഥനയുടെ 3-ാം ഗഹന്ത പ്രാർത്ഥനയുടെ പ്രണാമജപത്തിൻ്റെ 2-ാം ഭാഗത്തേക്ക് നാം പോവുകയാണ്. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എണ്ണി എണ്ണി പറയണം പ്രിയപ്പെട്ടവരെ. ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? അത് ഇവിടെ കൊടുക്കുന്നത്, നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും. പ്രിയപ്പെട്ടവരെ, നാളെ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈ പ്രാർത്ഥനയൊക്കെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് നിറയണം. ഡാനിയേലച്ചൻ മലങ്കര രീതിയിലുള്ള അച്ഛനാണ് ഈ പ്രാർത്ഥനയുടെ മഹത്വം അനേക കൺവെൻഷൻ പ്രസംഗങ്ങളിലൂടെ നമ്മുടെ എല്ലാ ഹൃദയത്തിൽ നിറച്ചത്. അധപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിച്ചു, പാപത്തിൽ വീണവരെയാണ്. മൃതരായ ഞങ്ങളെ ജീവിപ്പിച്ചു.
പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഈശോ വന്ന് കുരിശിൽ മരിച്ചില്ല എങ്കിൽ പാപബോധം ഉണ്ടാകാതെ കുറ്റബോധത്തിൽ വീഴുമായിരുന്നു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി, ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ജയിലിൽ കിടന്നപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ, എൻ്റെ ശത്രുക്കളെ അങ്ങ് പരാജിതരാക്കിയില്ലല്ലോ എന്നൊക്കെ ഓർത്തറിയാതെ. പക്ഷെ പിന്നീടാണ് മനസ്സിലായത്, പിശാചാകുന്ന ശത്രുവിനെയാണ് ദൈവം തോൽപ്പിച്ചത്. നമ്മുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ബലഹീനമായ മനുഷ്യപ്രകൃതിയിലേക്ക് ഇതാ ദൈവപ്രകൃതി വന്ന് നിറയുകയാണ്. ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു ലൈൻ വളരെ ശ്രദ്ധയോടും ധ്യാനത്തോടും കൂടി എല്ലാ ദിവസവും തന്നെ ചൊല്ലുവാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ ബലഹീനമായ പ്രകൃതി, കർത്താവേ, ഇന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അറിയാതെ കോപിച്ചു പോകും, അറിയാതെ ഇറിറ്റേറ്റഡ് ആകും, അറിയാതെ നെഗറ്റീവ് ചിന്തകളും മലിന ചിന്തകളും ഒക്കെ വരും. പക്ഷേ എൻ്റെ ബലഹീനമായ പ്രകൃതിയെ സമൃദ്ധമായ അനുഗ്രഹത്താൽ നീ മഹത്വമണിയിക്കണം. അതിനുശേഷമാണ് അച്ഛൻ ആശീർവദിക്കുന്നത്. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും. പ്രിയപ്പെട്ടവരെ, ആശീർവദിക്കുമ്പോൾ വീണ്ടും പറയുന്നു, നിങ്ങൾ ഒന്ന് നോക്ക്, ഒരു ദിവസമെങ്കിലും ഇന്ന് എത്തി നോക്കിക്കേ. അച്ഛനാം കാസായിലേക്കും പീലാസായിലേക്കുമാണ് ആശീർവാദം കൊടുക്കുന്നത്. അതിൽ എന്തുകൊണ്ടാണെന്നറിയാമോ? അതിൽ പങ്കെടുക്കുന്ന നമ്മൾ ഓരോരുത്തരുമുണ്ട്, നമ്മുടെ നിയോഗങ്ങളുമുണ്ട്. അപ്പോൾ ആമേൻ പറയുമ്പോൾ നമ്മളതിനെ സ്വീകരിക്കുകയാണ്. ഇവിടെയും ശുശ്രൂഷയുടെ പ്രാർത്ഥന ഹൃദയസ്പർശിയാണ്. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, സമാധാനം നമ്മുടെ കൂടെ. എന്തുകൊണ്ടാണ്? അധരങ്ങൾ കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത്. അതിനുശേഷം കുർബാനയുടെ ഒരു പ്രധാന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. സത്യത്തിൽ ആരാധനാക്രമപരമായിട്ടത് അധികം പ്രാധാന്യമുള്ള കാര്യമല്ല. പക്ഷേ ഈ മധ്യസ്ഥ പ്രാർത്ഥന സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്താണ്? വൈദികൻ കരങ്ങൾ വിരിച്ചു പിടിച്ച് കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ. അപ്പോൾ കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന ദിവ്യ കുഞ്ഞാടിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് മഹാപുരോഹിതനായ ഈശോയോട് ചേർന്നുകൊണ്ട് ദൈവകുടുംബം മുഴുവനും വേണ്ടി നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേകം വേദനകളും സാഹചര്യങ്ങളും ഒക്കെ ഓർത്തുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. ഈശോ മിശിഹായുടെ യോഗ്യതകളുടെ പേരിലാണ് നമ്മൾ യാചിക്കുന്നത്. കർത്താവേ, ശക്തനായ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ മിശിഹായുടെ ആ യോഗ്യതകളെല്ലാം മനസ്സിൽ ഓർത്തുകൊണ്ടാണ്, കുരിശിൽ കിടന്നതുപോലെ കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ടാണ് അച്ഛൻ നിൽക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മളിത് പ്രാർത്ഥിക്കുമ്പോൾ, ആദ്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സഭയ്ക്ക് വേണ്ടി, പരിശുദ്ധ പിതാവിന് വേണ്ടി, മെത്രാന്മാർക്ക് വേണ്ടി, പുരോഹിതന്മാര്, ഭരണകർത്താക്കള്, മേലധികാരികൾ, ആത്മായ പ്രേക്ഷിതർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. രണ്ടാം ഭാഗത്ത് വരുമ്പോൾ എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും, അതായത് അവരുടെ അതെല്ലാം അവർ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ സന്തോഷത്തോട് ചേർന്നുകൊണ്ടാണ്. അവർക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, അത് ഞാൻ ഒരു ദിവസം പറഞ്ഞതാണ്. ഒരു സന്തോഷത്തോട് ചേർന്നാണ്. പിന്നീടാണ് ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും. പ്രിയപ്പെട്ടവരെ, നമുക്കവിടെ ചെയ്യാവുന്ന ഒരു കാര്യം ഇതാണ്. നമ്മൾ നമ്മുടെ സഹനങ്ങളെക്കുറിച്ച് കുറച്ച് ചിന്തിച്ച ശേഷം, അന്ന് നമ്മൾ തലേ ദിവസം ഒരു ആശുപത്രിയിൽ പോയെങ്കിൽ ആ രോഗികളെയൊക്കെ ഒരു സെക്കൻഡ് കൂടെ മനസ്സിലേക്കൊന്ന് കടന്നുകൊണ്ട് വരണം. മാനസാന്തരപ്പെടാതെ പാപത്തിൽ കഴിയുന്ന ആരെങ്കിലുമൊക്കെ കാണുമല്ലോ, അവരെല്ലാം ഒരു നിമിഷം നമ്മളൊന്ന് ഓർത്താൽ മതി. അതായത് മറ്റുള്ളവരെ കൂടുതൽ ഓർത്തുകൊണ്ട് നമ്മെക്കുറിച്ച് കുറച്ച് ചിന്തിച്ചാൽ, എന്നെക്കുറിച്ച് കുറച്ച് ചിന്തിക്കുകയും മറ്റുള്ളവരെക്കുറിച്ച് കൂടുതൽ ആകുലപ്പെടുകയും ചെയ്യുന്ന ഒരു മനസ്സ് ആണ് നമ്മളവിടെ രൂപപ്പെടുത്തേണ്ടത്. ഇതൊരു അഭിഷേകം കിട്ടാനായിട്ട് നമ്മെ സഹായിക്കും. ഞാൻ ഈ ധ്യാനത്തിൻ്റെ പല സന്ദർഭങ്ങളിലും നിങ്ങളോട് പറഞ്ഞു, സത്യത്തിൽ നമ്മൾ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കേണ്ട രക്ഷാകര രഹസ്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു. എങ്കിലും നമ്മൾ മനുഷ്യരല്ലേ. എന്നോട് ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞവരെയൊക്കെ ഒരു നിമിഷം ഈ സമയത്തും ഓർക്കാറുണ്ട്. ഈ പ്രാർത്ഥന അത്ര മനോഹരമാണ്. അതുകൊണ്ടാണ് ആത്മീയ പിതാക്കന്മാർ പറയുന്നത്, ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് വിശുദ്ധർക്ക് ആനന്ദവും, കാരണം രണ്ടാമത്തെ ആ ഭാഗത്ത് വിശുദ്ധർക്ക് ആനന്ദവും, ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവർക്ക് ആശ്വാസവും, ഭൂവാസികൾക്ക്, ഈ ഭൂമിയിൽ കഴിയുന്ന സമരസഭയിൽ കഴിയുന്ന നമുക്ക് അനുഗ്രഹവുമായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവർ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മെ മിശിഹായുടെ മൗതിക ശരീരമാക്കി ഈശോ പരിവർത്തനം ചെയ്യുകയാണ്. അതായത് ഈശോയുടെ ആ സ്പിരിച്വൽ ബോഡി, മിസ്റ്റിക്കൽ ബോഡിയിലേക്ക് നമ്മെ ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈശോയോട് ചേർന്നാണ് വൈദികൻ പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ ഈശോ പിതാവിന് തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മെയും സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ സമർപ്പിക്കുന്നവർക്ക് ഒരു ആത്മീയ രൂപാന്തരീകരണം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. കുടുംബ ചൈതന്യത്തിൽ ഇത് പ്രാർത്ഥിക്കണം. ഇത് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിലുള്ള എല്ലാവരെയും മനസ്സിലേക്ക് കൊണ്ടുവരണം. ഭൂമിയിലുള്ള സകലരും, മരണം വഴി വേർപിരിഞ്ഞവർ എല്ലാം,
വൈദികന്റെ മനസ്സിൽ, എൻ്റെ മനസ്സിലുണ്ടാകണം, നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. സ്ഥലകാല പരിമിതികളെ അതിജീവിച്ച് സ്വർഗീയരായി നിലകൊള്ളുവാനായിട്ട് ഈ പ്രാർത്ഥന നമ്മെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പുത്രൻ്റെ ആ പീഡാസഹനങ്ങളെ രക്ഷാകരമാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ വിശുദ്ധീകരണ പ്രക്രിയയിലേക്ക് നമ്മുടെ ഈ വർത്തമാനകാലത്ത്, നമ്മൾ ജീവിക്കുന്ന കാലത്ത് എല്ലാവരെയും, ക്ലേശിതര്, ദുഃഖിതര്, രോഗികൾ, ഒരു പള്ളിയിൽ വരാൻ സാധിക്കാത്തവരെല്ലാം ഒരു നിമിഷം ഓർമ്മിക്കണം. കൊറോണ കാലത്ത് പള്ളികളൊക്കെ അടച്ചിട്ടപ്പോൾ വൈദികൻ ഒറ്റയ്ക്ക് ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ആ കുടുംബം ദേവാലയമായിട്ട് അവിടെ ഇരുന്നു കൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ മാറുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെയും, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണങ്ങളായി തീരാനായിട്ട് കാർമികൻ പ്രാർത്ഥിക്കുമ്പോൾ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതായത് അതിൻ്റെ അവസാനം അച്ഛന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനും കൃപാധിക്യത്തിനും യോജിച്ച വിധം അങ്ങയുടെ ജനത്തോടും എളിയവനായി എന്നോടും വർത്തിക്കണമേ. എല്ലാ ദിവസവും അച്ഛന് ചെല്ലാൻ പറ്റുകയില്ല, എങ്കിലും നിങ്ങളൊന്ന് വായിച്ചു നോക്കി, ഒന്ന് ആ പുസ്തകത്തിൽ നോക്കിക്കേ. എൻ്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്ക വിധം അങ്ങ് പ്രവർത്തിക്കരുത്. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിന് യോഗ്യരാകട്ടെ. ആമേൻ. കരുണയ്ക്കായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണമായി തീരണം. നമ്മുടെ അശുദ്ധി മാറി. കാരണം കുർബാനയുടെ അവസാനത്തെ ഗഹന്ത പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയാണ്. കർത്താവേ, എല്ലാ മക്കളെയും അവിടുത്തെ തിരുസന്നിധിയിലേക്ക്, തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ തിരുച്ചോര കൊണ്ട്, തിരുരക്തം കൊണ്ട് എല്ലാവരെയും മുദ്ര ചെയ്യുന്നു. ഈ കുർബാന അനുഭവ ധ്യാനം പൂർത്തിയാക്കുവാൻ, പെസഹ വ്യാഴാഴ്ച നല്ല അനുഭവത്തോടെ അഭിഷേകത്തോടെ ബലിയർപ്പിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും പ്രത്യേക സംരക്ഷണവും നാമെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.